പിന്നെ ഇവിടെ ഓരോ ഫംഗ്ഷനൊക്കെ നടത്തുമല്ലേ ആൾക്കാർ വന്നിട്ട്, അതെ അതെ ഈ 60-ാം പിറന്നാള്. എല്ലാം അന്ന് മറ്റേ ഈ വേൾഡ് മലയാളി കൗൺസിൽ മറ്റേ അതെ അതെ കുറെ കല്യാണം 25 പേർക്ക്, കല്യാണം നടത്തി. അതൊക്കെ നല്ല ഇപ്പൊ നമ്മള് കാര്യമായി. 31-ാം തീയതി 10 കല്യാണം പാലക്കാട്ട് വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ ഗാന്ധിഭവൻ ഇപ്പൊ ഏതാണ്ട് 370 കല്യാണങ്ങൾ. ഇത് ഈ പെണ്ണിന് ചെറുക്കനും കൂടെ അല്ല, അങ്ങനല്ല, ഈ പെൺകുട്ടിക്ക് ഇഷ്ടം നമ്മൾ കണ്ടുപിടിക്കുകയാണോ? നമ്മൾ കണ്ടുപിടിക്കുക, നമ്മള് കണ്ടുപിടിച്ചിട്ട് പരസ്യം കൊടുക്കുമോ? പരസ്യമൊക്കെ കൊടുക്കും. പിന്നെ പല ആളുകൾ കണ്ടുപിടിക്കും, എന്നിട്ട് അവരുടെ വീട്ടുകാരെല്ലാം ഇടപെടും. അങ്ങനെയാ നമ്മളതിൻ്റെ ഒരു ഇടനില വഹിക്കുന്നുണ്ട്. ഈ പണം മുടക്കുന്ന ഇപ്പം പാലക്കാട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് കല്യാണം അവിടെ വെച്ചാൽ അവർക്ക് 5 പവൻ സ്വർണവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ശരിയാ. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പല ഒരു ആദിവാസികളുടെ 80 കല്യാണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് 10 എണ്ണം പിന്നെ ഇനി നടക്കാൻ പോകും അടുത്ത മാസം. ശരി. അപ്പം 90 ആവും. പിന്നെ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? 100 കുട്ടികളെ നമ്മളെ പുറത്തുള്ള കുട്ടികളെ പഠിപ്പിച്ച് കുറേ. ഇപ്പോൾ ഇതിൽ കുറച്ച് പേര് നല്ല പിന്നെ എല്ലാം പരീക്ഷയൊക്കെ പാസ്സായി, അവർക്ക് ജോലി, പലർക്കും ജോലിയായിട്ട് ഔട്ട് സൈഡിലൊക്കെ ആണല്ലേ? ഉണ്ട്. വിദേശത്തൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികൾ ഉണ്ട്. ഇപ്പം തന്നെ LLB പഠിക്കുന്നുണ്ട്, BSc ഡയാലിസിസ് പഠിക്കുന്നുണ്ട്, MSW പഠിക്കുന്നുണ്ട്, പിന്നെ സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് പഠിക്കുന്നുണ്ട്. ഇവരൊന്നും ആരുമില്ലാതെ ഇവിടെ എത്തിയ കുഞ്ഞു കുഞ്ഞുങ്ങളാണ്. പിന്നെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, പാട്ട്, ഡാൻസ്, ഈ റോളർ സ്കേറ്റിംഗ് വരെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഞാനന്ന് കണ്ടായിരുന്നു മറ്റേ ആ ശേഷി ആ കുട്ടികളുടെ ഡാൻസ് അസലായിട്ട് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അതെ, ഇവിടെ വരുന്ന കുട്ടികൾ അവർ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ അവരെല്ലാം ആകണം. നമ്മൾ ഇത്രയും സൗകര്യം ചെയ്തിട്ടും ചില കുട്ടികൾ നന്നാകാതായി പോയിട്ടുണ്ട്. ആണോ? ഞാൻ 2 കുട്ടികളെ ഈ വഴക്കുണ്ടാക്കിയാണ് അഡ്മിഷൻ എടുത്തത് MG കോളേജ് ട്രിവാൻഡ്രത്ത്. കാരണം അവിടെ അഡ്മിഷനൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനാഥ കുട്ടികളാ തരണമൊക്കെ പറഞ്ഞാൽ വഴക്കുണ്ടാക്കി എടുത്തതാണ്. ഒരു 8 മാസം കഴിഞ്ഞപ്പം ഒരു കുട്ടി ഏതോ ഒരു പയ്യൻ്റെ കൂടെ അങ്ങ് പോയി. അത് കല്യാണം കഴിച്ചായിരുന്നു. ഒരു കുട്ടി നമ്മുടെ സിസ്റ്റത്തിന് ചിട്ടയ്ക്കും അനുസരിച്ച് പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് അതിപ്പോൾ സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ ട്രെയിനിങ്ങിൽ പോകുന്നത്. ആ ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ നമുക്ക് സ്കൂളുണ്ട്. ആ സ്കൂളിൽ ജോലിയാകാം, അല്ലെങ്കിൽ അതിന് എവിടെയെങ്കിലും ആകാം. അപ്പം മറ്റേ കുട്ടിയുടെ ഭാവി അതോടെ പോയില്ലേ? അത് ശരിയാ. ഇങ്ങനെയൊക്കെയുള്ള ചില പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു 2 വയസ്സും 3 വയസ്സിലൊക്കെ ഇങ്ങനെ കുട്ടികളെ ഇവിടെ കൊണ്ടുവിടുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു കുറച്ച് പ്രായം ഇതായി കഴിയുമ്പോഴേ പിന്നെ ആ കുട്ടികൾക്ക് അറിയാമല്ലോ ഇത് അമ്മയും അച്ഛനും ഒക്കെ. ചോദിക്കാറുണ്ടോ അങ്ങനെ? അങ്ങനൊരു സാഹചര്യം കണ്ടിട്ടില്ല. ഇല്ല. കാരണം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ തന്നെ അച്ഛനും അമ്മയൊക്കെയാണ്. ഇവിടുത്തെ എല്ലാ മക്കളുടെയും അച്ചാച്ചൻ ഞാനാണ്. മനസ്സിലായി. അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ തന്നെ അമ്മയും മക്കളെയും അമ്മയും പോലെ. എൻ്റെ വൈഫാണെങ്കിൽ പുള്ളിക്കാരി ഈ കൊച്ചുങ്ങൾക്ക് പ്രത്യേക കരുതലുണ്ട്. എല്ലാത്തിനും ആഭരണങ്ങൾ, വള, മോതിരം, കമ്മല്, ചെരുപ്പ്, കൊലുസ്, സ്വർണ്ണ കൊലുസുള്ള പിള്ളേർ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ മേടിച്ചു കൊടുക്കും. അപ്പം ഇതൊന്നും സാധാരണ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം കാണും, ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ സന്തോഷവും. ഞാനന്ന് പ്രാവശ്യം വന്നപ്പോൾ ഈ പിള്ളേരുടെ ഡാൻസ് കണ്ടില്ലേ, നന്നായിട്ട് ചെയ്യുന്നു. എനിക്ക് ഇത്രയൊക്കെ പഠിപ്പിച്ച് ഞാൻ അത്ഭുതം തോന്നുന്നു സത്യമായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു നാടകം ഗാന്ധി അത് ഞാൻ കണ്ടല്ലോ. ഗാന്ധി നാടകം ആദ്യം ഒരു സാഹസം. അത് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ വിഭജനവും ഒക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കി. അതിൽ എന്താ വെച്ചാൽ ഞാനും ഈ നാടകം കണ്ടപ്പോഴേ നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് അറിയാമെന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് ഈ സത്യം പറയുക ഈ നാടകം കണ്ടപ്പോഴായി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. കസ്തൂർബാ ഗാന്ധി അനുഭവിച്ച ത്യാഗങ്ങളെല്ലാം ഈ നാടകത്തിലൂടെ. അതെ, ശരിക്കും ഇന്നത്തെ തലമുറ ഇതൊക്കെ കാണണം അല്ലേ? അതന്നെ, അതൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സത്യം, അത് ഒരു നല്ല പരിപാടിയായി. എന്തെല്ലാം കാര്യങ്ങളായി ഓരോ തലയും കൂടെ ഓടുന്നത്. പിന്നെ നമുക്ക് കേട്ടോ ചേച്ചി, ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്റർ ഇപ്പോൾ ഇവിടെ അത് ഇടപ്പാൾ, മലപ്പുറം ഇടപ്പാളിലാണ്. അതിൻ്റെ ഒരു സബ് സെൻറ്റർ വിടാൻ. അപ്പം അവരെ ഇവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ആയി കഴിഞ്ഞു. ഡ്രൈവർമാർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന്
ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ വാഹനങ്ങളിൽ മദ്യപിച്ചിട്ട് ഓടിക്കുക, വാഹനങ്ങളിൽ വഴക്കുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, നിയമം തെറ്റിച്ച് ഓടിക്കുക, അങ്ങനെയുള്ളവരെ പിടിച്ചാൽ അവരെ ലൈസൻസ് അങ്ങ് വാങ്ങും. ആയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നോട്ടീസ് കൊടുത്ത് ഇങ്ങോട്ട് അയക്കും. ശരി. ഇവിടെ 5 ദിവസം ഇവിടെ താമസിക്കണം. 5 ദിവസം താമസിക്കുന്ന കൂട്ടത്തിൽ അടുക്കളയിൽ ജോലി ചെയ്യണം, രോഗികളെ ശുശ്രൂഷിക്കണം, കൃഷിപ്പണികൾ ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ട് 5 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൊണ്ട് എന്തെങ്കിലും ലൈസൻസ് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു സെൻറ്റർ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ സർക്കാരായാലും മറ്റ് ദയിപ്പിക്കുന്നതെന്ന് പറയാൻ ഇതിൻ്റെ ചിലവ് വഹിച്ചും ഇതിന് വേണ്ട ഫാക്കൽറ്റീസിനെയും സ്റ്റാഫിനെയൊക്കെ വെച്ച് ഇത് കൃത്യമായി ഗാന്ധിയം പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അത് ഇതിനൊന്നും ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കുന്നതല്ല. അല്ല അതാണ്. അല്ല, ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മറ്റു സഹായങ്ങളോ? അത് വളരെ നാമല്ല. അത് എന്നും എക്കാലത്തും ഞാൻ ഈ 10-25 വർഷമായിട്ട് മനസ്സിലാക്കുന്നത്, എപ്പോഴും ഈ സർക്കാരുകൾ കുറയ്ക്കുന്നൊരു മേഖല, ഫണ്ട് കുറയ്ക്കുന്ന ഈ സാമൂഹ്യ ക്ഷേമവും സാമൂഹ്യ നീതിയുമാണ്. ആ മേഖലകളിലാണ് എപ്പോഴും ഫണ്ട് കുറയ്ക്കുന്നത്. അത് ഇന്ന് വരെ അത് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. ഇതിനു വേണ്ടി ആരും അങ്ങനെ പോകത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ ഉണ്ടാകേണ്ടതാണ്. കാരണം ഇത് അത് തന്നെ. അതെ, ഇപ്പം സർവീസ് ഉള്ളവരാണെങ്കിൽ അവർ പണിമുടക്കും, അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. ഈ അനാഥരായി പോകുന്ന അവരൊക്കെ എന്തോ അവകാശം? സത്യം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. പിന്നെ ഇതൊക്കെ നിലനിൽക്കുന്നതെന്ന് പറയാൻ നല്ല മനുഷ്യരായ ആളുകൾ, പിന്നെ വിദേശങ്ങളിലുള്ള വിദേശത്ത് പോകുന്ന ആളുകൾ അവർ ജീവിതം കുറേ കൂടെ കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. സഹാനുഭൂതി കൂടുതലുണ്ട്. അവരൊക്കെ മറ്റുള്ളവരെ കൂടി കരുതുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം എത്ര സ്റ്റാഫുകളുണ്ട്? ഇവിടെ 300ഓളം പേരുണ്ട്. അപ്പോൾ ഈ 300 പേർക്ക് ഒരു മാസം എത്ര ശമ്പളം വരും? അത് ഓർത്താൽ എനിക്ക് അല്ല അതൊക്കെ നമുക്ക് ഈ പൊതുജനത്തിനൊന്നും അറിയില്ലല്ലോ. അത് ചേച്ചി, ഇവിടെ ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് വരും, ഞങ്ങളും കൂടി ഇവിടെ സേവനം ചെയ്യട്ടെ. അപ്പം ഈ വരുന്ന ആളുകൾ ആദ്യം 2-3 ദിവസം കറക്റ്റായിരിക്കും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളപ്പം വരും, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകുന്നു. പിന്നെ ഈ ആളുകളുടെ ഇടയിലേക്ക് പോകും. ഇതിനിടയ്ക്ക് ചില ആളുകൾ ഈ മാനസിക രോഗമുള്ള കുറേ ചെറുപ്പക്കാരായ സ്ത്രീകളൊക്കെ വരും. അപ്പം ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുക, ഇവരുടെ അടുത്ത് വന്ന് ചുറ്റിപ്പറ്റിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആദ്യകാലത്തുണ്ടായി. അപ്പം ചില ആളുകളെ ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ അവർ നമുക്ക് ഇവിടെ ആളെ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ കാലത്ത് പെറ്റീഷനുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് അന്വേഷണങ്ങൾ വന്ന്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചേട്ടാ, നമ്മളെന്തിനാ ഈ പല്ലാപ്പിന് പോകുന്ന ഈ സേവിക്കാൻ വരുന്നവനും വൈകുന്നേരത്ത് പോകാൻ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പൈസ ചോദിക്കും, അയാളുടെ ആഹാരം കൊടുക്കണം, പിന്നെ വരുന്നതിനും പോകുന്നതിനും ഉത്തരവാദിത്വമില്ല, ഒരു ജോലിയും ചെയ്യത്തുമില്ല. അപ്പോൾ അന്ന് ഒരു തീരുമാനം എടുത്തു, ഗാന്ധി ഭവൻ സ്റ്റാഫിനെ എടുക്കുന്നത് സർക്കാർ എങ്ങനെ ചെയ്യും, സർക്കാർ എങ്ങനെയാണ് ജീവനക്കാരെ എടുക്കുന്നത്. നോട്ടിഫിക്കേഷൻ കൊടുക്കും, അപ്ലൈ ചെയ്യും, അവരെ ഇൻ്റർവ്യൂ വിളിക്കും. ഇൻ്റർവ്യൂ സെലക്ട് ചെയ്യുന്നവർക്ക് കുറേ റെക്കോർഡ്സ് രേഖകളുണ്ട്, പോലീസ് വെരിഫിക്കേഷൻ അടക്കമുള്ള രേഖകൾ വാങ്ങിക്കും. അത് ശരി. അവരെ ഇന്നൊരു മുദ്രപത്രത്തിൽ ഒരു ബോണ്ട് വയ്ക്കും, ഇത്ര കാലം സേവനം ചെയ്യുമെന്നു, അഥവാ പിരിഞ്ഞു വേണ്ടി വന്നാൽ ഇത്ര നാൾ മുമ്പ് അറിയിച്ച് ഇങ്ങനെയൊക്കെ വയ്ക്കും. അങ്ങനെയാണ് സ്റ്റാഫിനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായി കൃത്യമായി പൈസ കൊടുക്കണം. പിന്നെ പഞ്ചിങ് സിസ്റ്റം ഇപ്പോൾ വന്നു. ഞാൻ 20 വർഷം മുമ്പ് പഞ്ചിങ് സിസ്റ്റം ഇവിടെ ഏർപ്പെടുത്തി. ഗാന്ധിയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. ആ പഞ്ചിങ് കറക്റ്റായി ചെയ്യണം. അത് താമസിച്ച പെനാൽറ്റിയൊക്കെ ഉണ്ട്. സ്റ്റാഫിൻ്റെ സെക്രട്ടറിമാരുണ്ട് ഇവിടെ. സ്റ്റാഫ് സെക്രട്ടറിമാർ ആ പെനാൽറ്റി അടിക്കുന്ന തുക വാങ്ങി അവർക്കൊരു അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് അവരുടെ ആവശ്യത്തിന്, പെനാൽറ്റി അല്ല, അത് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ വന്നാൽ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലാക്കി. പിന്നെ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസിൽ നിന്ന് വിരമിച്ച ഒരു RDO,
ഭരണപരിചയം ഉള്ള ആളാണല്ലോ, ഒരു റവന്യൂ ഡിവിഷൻ്റെ അധികാരി. അതെ അതെ. അദ്ദേഹത്തെ സഹായിക്കാൻ തഹസിൽദാർമാർ 2 പേരുണ്ട്. പിന്നെ താമസക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസറായിരുന്ന ആളുണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യാൻ സബ് രജിസ്ട്രാർ റിട്ടയർഡ് ഉണ്ട്. അങ്ങനെ ഓരോന്നും അത് ആളുകളെ എടുത്ത് അവരും ഫ്രീ വേണ്ട, അവർക്ക് ശമ്പളം. ആ ശമ്പളം ചെറുതായാലും അവർ പേടിച്ചിരിക്കും, കൊടുക്കണം. പിന്നെ ഇവിടുത്തെ ഒരു ശമ്പളത്തിൻ്റെ സിസ്റ്റം, ഈ വരുന്ന സ്റ്റാഫായി വരുന്ന മുഴുവൻ ആളുകളുടെയും ലൈഫ് ഹിസ്റ്ററി ശേഖരിക്കും. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ആൾ ചിലപ്പോൾ അയാൾ ചെയ്യുന്നത് ഇവിടെ കഴുകുകയും തുടയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഉണ്ട്, അയാൾക്കായിരിക്കും കൂടുതൽ ശമ്പളം. ഓഫീസർക്ക് കാണത്തില്ല. ഓഫീസർ പെൻഷനുള്ള ആളാണെങ്കിൽ അയാൾക്ക് ശമ്പളം കുറയും. അതുപോലെ അവരുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും. അപ്പം നമുക്ക് പലയിടത്തും ദാനമായി തരുന്ന വസ്തുക്കൾ കിട്ടിയാൽ നമ്മുടെ സ്റ്റാഫുകളിൽ വസ്തു ഇല്ലാത്തവർക്ക് കൊടുക്കും. വീടില്ലാത്തവർക്ക് പലരിലൂടെ വീട് വെച്ച് കൊടുക്കും. ശരി, ഈ ഇതിൻ്റെ വാതിലിൽ നോക്കൂ, വാഹനങ്ങളിലിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫുകളുടെ. ആണോ? നമ്മൾ ഇന്ത്യയിലൊരു അഭയകേന്ദ്രത്തിൽ ചെന്നാലും 10-20 പേര് കാറുണ്ട്. ആദ്യം നടന്നു വന്ന്, പിന്നെ സൈക്കിളിൽ വന്ന്, പിന്നെ മോട്ടോർ സൈക്കിളിൽ വന്ന്, ഇപ്പം കാറിൽ വരുന്നു. കാരണം അവരെ കൂടെ നമ്മൾ സംരക്ഷിക്കുന്നു. അല്ല, അതാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം ഭയങ്കര സ്ട്രിക്റ്റ് അച്ചടക്കമാണ്. ഞാൻ ആലോചിക്കുക, സ്ട്രിക്റ്റ് അച്ചടക്കം, അതിനകത്ത് വിട്ടുവീഴ്ചയില്ല. അല്ല, ഞാൻ ആലോചിക്കുക ഏതെല്ലാം മേഖലകളാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു അത്ഭുതം. കാരണം ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് കൂടുതൽ അറിയാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ ഷാജിയോട് പറയുകയും ചെയ്തു, എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം. കാരണം ഞാൻ ഇവിടെ ഇടയ്ക്ക് വരുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാമെങ്കിലും ഇത്രയും ഗഹനമായിട്ടുള്ള ഒരു കാര്യം എനിക്കറിയില്ല. അത് തന്നെയല്ല, ഇത് പൊതുജനത്തിന് അറിയില്ല. ഇത് പൊതുജനം ഒന്നും മനസ്സിലാക്കണം, ഇത് കണ്ടോണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം. പിന്നെ തീർച്ചയായിട്ടും കാണുന്നേ ഒരു അനാഥാലയം. പിന്നെ ഗാന്ധി ഭവൻ കുറെ കൂടെ ഉപരിയായൊരു മതിപ്പ് തരുന്നുണ്ട്. കാരണം എല്ലാം കാണുമ്പോൾ ഇവിടെ സിസ്റ്റമായി ഓടുന്നു, എല്ലാം നല്ല നടക്കുന്നു. ശുചിത്വത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ശുചിത്വത്തിനൊക്കെ പ്രത്യേക അവാർഡ് കിട്ടിയിട്ടുള്ള സ്ഥാപനം. കാരണം എപ്പോഴും ശുചിത്വം. ഇവിടെ ഒരു മാസം ഡയപ്പർ 5 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു. ചേച്ചി ചിന്തിക്കാൻ പറ്റുമോ? ഈ മലമൂത്ര വിസർജനം ചെയ്യുന്നവരെ കെട്ടാൻ കിടക്കുമോ ഇങ്ങനെ? ഇപ്പം അതെല്ലാം നമ്മൾ വേസ്റ്റ് ഇങ്ങനെ കൊടുക്കും, അതെല്ലാം കത്തിച്ച് കളയാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതെല്ലാം ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ഇപ്പൊ അങ്ങനെയുള്ള രോഗികളെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ മനസ്സുള്ളവരുണ്ടല്ലോ. ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. എപ്പോഴും സഹായമായിട്ടുള്ളത് ഇവിടെ ചെയ്യുന്നവർ ആത്മാർത്ഥമായി. അതിവിടെ എല്ലാ സ്റ്റാഫുകളും എത്ര മലമൂത്ര വിസർജനത്തിൽ കിടന്നാലും ഉടൻ അത് നീക്കി ക്ലീൻ ചെയ്ത് അവരെ കുളിപ്പിച്ച് റെഡിയാക്കും. അതൊരു ഭാഗ്യമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ. സത്യം. പിന്നെ അവരെ നമ്മളും അതുപോലെ തന്നെ ഇതൊരു കുടുംബമാണ്. ഇപ്പം മെനഞ്ഞാന്ന് ഞങ്ങൾക്ക് ഇവിടെ കുടുംബ സംഗമമൊക്കെ ഉണ്ടായിരുന്നു, ഈ സ്റ്റാഫുകളുടെ കുടുംബ സംഗമം. അപ്പോൾ ആ സംഗമം വെച്ചതെന്ന് പറയുന്നത് ഈ കായംകുളത്തൊരു ഹോട്ടൽ, ഒരു വഞ്ചിപ്പുര, ഒരു ലേഡിയാണ്, ഒരു അമ്പിളി. അമ്പിളി ഒരിക്കൽ പറഞ്ഞു, ഒരു ദിവസം ഞാൻ അവിടെ വന്ന് വഞ്ചിപ്പുര ആഹാരം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം, അങ്ങനെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ ഫിഷിൻ്റെ വെറൈറ്റി ഐറ്റങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു മാത്രമല്ല, കുടുംബ സമേതം വരാൻ പറ്റാത്തവർക്ക് പാഴ്സലായിട്ടും കൊടുത്തു വിട്ടു. നല്ല കാര്യം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളുണ്ട്. ഇവർക്ക് ടൂർ പാക്കേജുകളുണ്ട് സ്റ്റാഫുകൾക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്, പല ഗ്രൂപ്പ് തിരിച്ച്. അല്ല, സാറിന് ഇത്രയും നല്ല ഈ സ്റ്റാഫിനെ കിട്ടുമെന്ന് വെച്ചാൽ അത് ഒരു ഭാഗ്യമാണ്. എനിക്കില്ലാതെ പോയത് ആ ഭാഗ്യമാണ്. സ്റ്റാഫിനെ വെച്ച് ഒരു സ്റ്റാഫിനെ വെച്ച് അല്ല, അത് ഇന്ന് ഈ മനുഷ്യൻ ആത്മാർത്ഥത കുറയുന്ന കാലമായതുകൊണ്ട് നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയ പാടാണ്. ഞാനും ആലോചിക്കും, ഇത് എങ്ങനെ സംഭവിച്ചു. അല്ല, അത് എന്ന് വെച്ചാൽ അതൊക്കെ ഓരോ ഭാഗ്യങ്ങളാണ്. ഞാൻ ആദ്യകാലത്ത് ഈ ആളെ കുളിപ്പിക്കുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു. നമ്മുടെ ഞങ്ങളുടെ അംബാസഡർ കൂടിയാണല്ലോ ഗണേഷ് കുമാർ സാർ. അദ്ദേഹം ആദ്യം ഗാന്ധി ഭവൻ, അദ്ദേഹം MLA ആയി കുറേ കാലം കഴിയുമ്പോഴേ അത് തുടങ്ങുന്നത്.
ഒരു ദിവസം എന്നെ കാണാൻ വരും. അന്ന് ഞാൻ താമസിക്കാൻ 5-8 പേരേ ഉള്ളൂ എൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഞാനൊരു കയ്യിലേക്ക് കൊടുത്ത് തോർത്തൊക്കെ തലയിൽ കെട്ടി കുളിപ്പിക്കുമായിരുന്നു. അത് ഇപ്പോഴും പറയും. പിന്നെ വേറെ കാര്യം, സാറിന്റെ ഫാമിലി, എല്ലാവരും വൈഫും മക്കളും ഒക്കെ ഇതിന് വളരെ സപ്പോർട്ട്. അതെ അതെ അതെ. 2 മക്കളാണോ? രണ്ട് മക്കളാ, മോനും മോളും അല്ലേ? മോളും. രണ്ടുപേരെയും ചേച്ചിക്ക് ഞാൻ അറിയാം. കല്യാണം താമസിക്കുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞു. അതെ, രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞ്. അല്ല, ഇനിയിപ്പോ ഇത് നോക്കി നമ്മളുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോൾ ഇവരൊക്കെ വേണമല്ലോ ഇനി നോക്കി നടത്താനല്ലേ. എൻ്റെ കൂടെ ചെറുപ്പക്കാരൊരു ടീമുണ്ട്. അവര് എനിക്ക് പറ്റാതെ വരുമ്പോൾ അവർ ഏറ്റെടുക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല അത് ശരിയാ പറഞ്ഞ പോലെ. പക്ഷെ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഇനി സാറിന് ഒരു പത്മശ്രീ കിട്ടണം. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയോ, അതെ, എല്ലാവർക്കും പലരും വന്ന് പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുമില്ല. എനിക്ക് ഓരോ ദിവസവും പത്മശ്രീ കിട്ടും. എങ്ങനെയാണെന്നറിയോ, ഈ പോലീസുകാർ രാത്രിയിലാണ് ഈ പോലീസുകാർ കൊണ്ടിരുന്നത്. ഒന്ന് കുഞ്ഞും അമ്മയായിട്ടുള്ളവർ വരും, ചിലർ ഗർഭിണികൾ, മറ്റു നാട്ടിലെ കിടന്നല്ലേ, ചില മാനസിക രോഗികൾ, അത് കൈയും കാലൊക്കെ കെട്ടിയായിരിക്കും കൊണ്ടുവരുന്നത്. ഇവർ രാത്രി വന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. വന്നു കഴിഞ്ഞാൽ ആദ്യം ഭക്ഷണം കൊടുത്തിട്ടാണ് ഇവിടുത്തെ മറ്റു പ്രോസസ്സ്. അപ്പം ഞാൻ ഈ ഭക്ഷണപ്പുരയുടെ സൈഡിൽ മാറി ഇരുട്ടത്ത് നിന്ന് നോക്കും ഇയാൾ വന്ന ആൾ ഭക്ഷണം കഴിക്കുന്നത്. അന്നേരം ഒരു വെപ്രാളവും വിപ്രതി, ഏതെടുത്ത് തിന്നണം, അതിൻ്റെ മുഖം വികസിക്കുന്നതും കണ്ണുകൾ വിടരുന്നതും, ആ വെപ്രാളം ഇതെടുക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. ഇത് കാണുന്നത് എനിക്കൊരു ഭയങ്കര പത്മശ്രീ കിട്ടുന്നതിന് തുല്യം. അയ്യോ സത്യം, അതൊക്കെ പറഞ്ഞാൽ അത് ശരിയാ. ഞാനെന്ത് വെച്ചാൽ ഇറങ്ങി നിന്ന് ഇരുണ്ട ഭാഗത്ത് നിന്ന് ഇയാള് ഈ വരുന്ന ആളുകൾ അല്ല ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് കിട്ടുമ്പോഴല്ലേ. ഇതൊക്കെ ശരിയാ. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണം. പിന്നെ ചേച്ചി ഞാൻ കേട്ടെ, യൂസുഫിൽ സാറിൻ്റെ കാര്യം തന്നെ പറയാം. അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ള ഒരു പത്മശ്രീ ഇല്ലേ, ശരിയാ. ഞാൻ പോയി കണ്ടില്ല, ക്ഷണിച്ചില്ല, അദ്ദേഹം കേട്ടറിഞ്ഞു വന്നു. അദ്ദേഹത്തിനോട് ടി കെ നായർ സാറ്, അതായത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായർ സാറാണ്, ഗാന്ധിഭവൻ പ്രസ്ഥാനമുണ്ട്, എന്തെങ്കിലും പോയി കാണണമെന്ന് പറയുന്നത്. അതൊന്ന്. പിന്നെ രണ്ടാമത് മുഖ്യമന്ത്രി പിണറായി. അപ്പം ഈ വാക്കുകളാണ് അദ്ദേഹം ഇവിടെ വരാനുണ്ടായത്. അത് പത്മശ്രീ അല്ലേ? തീർച്ചയായിട്ടും. വന്നിട്ട് അദ്ദേഹം 15 കോടി രൂപ മുടക്കി ഇവിടെ ഒരു കെട്ടിടം വെച്ച് തന്നു എന്ന് പറഞ്ഞാൽ പത്മശ്രീയേക്കാൾ വലുതല്ലേ അത്? തീർച്ചയായിട്ടും. അതും പോരാ, ഒരു കെട്ടിടവും കൂടെ എന്ന് അതെ പറഞ്ഞു. അതെ. അപ്പം വേറെ എന്തോ പത്മശ്രീ. അല്ല, വേറെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അദ്ദേഹം ഇന്ന ജാതി ഇന്ന മതം അങ്ങനെ നോക്കിയല്ല സഹായിക്കുന്നത്. അതാണ് ഒരു മനുഷ്യന്റെ, അതാണ് ഏറ്റവും വലിയ. എന്നോട് ഞാൻ അദ്ദേഹത്തിന് ഈ മെസ്സേജ് അയച്ച കൂടത്തി, അങ്ങ് ദൈവപുത്രനാണ് എന്നെഴുതി. പുള്ളി ആ മെസ്സേജ് കിട്ടിയ ഉടനെ എന്നെ വിളിച്ചു, ഒരിക്കലും അങ്ങനെ പറയരുത്. എന്താ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? അതൊരിക്കലും പറയരുത്, ഞാൻ ദൈവത്തിൻ്റെ അടിമ, ദൈവത്തിൻ്റെ അടിമയെന്നേ പറയാം. അപ്പോൾ ഒരു മനുഷ്യനൊക്കെ പ്രശംസയോ അല്ലെങ്കിൽ വേറൊന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് ചെയ്യുക. അദ്ദേഹം ചെയ്തതെന്ന് പറയുന്ന പൂർണ്ണമായും ആരും ഇല്ലാത്തവർക്ക് ഇത് ലഭിക്കും എന്നുള്ളതാണ്. എനിക്ക് കാശ് തന്നെ ആദ്യം 5 കോടി രൂപ. ഞാൻ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കെട്ടിടം പണിഞ്ഞ് തന്നാൽ മതി, എനിക്ക് കാശ് വേണ്ട. അപ്പോൾ ആ ഒരു വിശ്വാസ്യത നേടാൻ കഴിഞ്ഞ് ഇന്നത് ഇവിടെ എല്ലാവരോടും അതാ പറയുന്നത്, ഞങ്ങൾക്ക് കാശൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യം കെട്ടിടങ്ങൾ, ഇവർക്ക് കൊടുക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം. അങ്ങനെ വന്നാൽ എത്രയും കൂടുതൽ ആളുകളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും.